ഹലോ ഫ്രണ്ട്സ്, മഴതോറും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ പോകുന്നതിന് മുമ്പ് അവിടെ വൈജയെ ചെന്ന് കാണുവാണല്ലോ. വൈജയ്ക്ക് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കണമെങ്കിലും വൈജ അതൊന്നും കേൾക്കുന്നില്ല. വൈജ പറയാണ്ട്, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോൾ കുറ്റങ്ങൾ മുഴുവനും എൻ്റെ തലയിലായിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങളെല്ലാവരെയും ബാലചന്ദ്രൻ പറ്റിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ വൈജ പറയുന്നുണ്ട്, അതെ, കൊല്ലപ്പള്ളിയിൽ ആദ്യം അവളെ കൊണ്ടുവന്ന സമയം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും ഇത് ബാലചന്ദ്രൻ്റെ മകളല്ല എന്നാണോ നീ പറയുന്നത്? അതെ, അല്ല, അവരച്ഛനും മകളും അല്ല, എനിക്ക് ഉറപ്പാണ്. എന്നാൽ അവരച്ഛനും മകളാണെന്ന് പറയുമല്ലേ, ബാലചന്ദ്രൻ തന്നെ പറയുമല്ലേ. പിന്നെ നീ പറയും പോലെ ആദ്യമൊക്കെ അവളോട് ബാലചന്ദ്രൻ്റെ ദേഷ്യം നീ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ അവളെ പറഞ്ഞിരുന്നു. അന്നെല്ലാം ബാലചന്ദ്രൻ കേട്ടോണ്ട് നിന്നിട്ടേ ഉള്ളൂ, എനിക്ക് സപ്പോർട്ട് നിന്നിട്ടേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. പക്ഷേ കുറേയൊക്കെ ക്ഷമിച്ചിട്ടുണ്ടാവും. ഒരു പരിധി വിട്ടാൽ സ്വന്തം മകളല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അയാൾ പ്രതികരിച്ചു തുടങ്ങി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ നീ വിചാരിക്കണ പോലെ അല്ല. ശരിയായിരിക്കാം, നിങ്ങളൊക്കെ അത് വിശ്വസിച്ചു, പക്ഷേ ഞാനത് വിശ്വസിക്കില്ല ഗംഗേട്ടാ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് എൻ്റെ ഇനിയുള്ള ജീവിതങ്ങൾ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളുള്ള സ്ഥലത്തേക്ക് ഞാൻ പോവില്ല. ഇനി അതിൻ്റെ പേരിൽ എനിക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടാലും എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടാലും ഇനി എൻ്റെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി തന്നെ, അവളുള്ളിടത്തേക്ക് ഞാൻ പോവില്ല. എനിക്ക് അവളെ കണ്ണെടുത്ത് കണ്ടുകൂടാ. ശരി, ആയിക്കോട്ടെ. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലെങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാൻ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോവാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടി വന്നേക്കാം. അങ്ങനെ അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോഴാണ് ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, പെങ്ങളെ കണ്ടോ? കണ്ടു. എന്തായി? അല്ല, ഞാൻ ബാലേന്ദ്രനോട് കാര്യം പറയട്ടെ. അവൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ക്ഷമയോടുകൂടി താഴ്ന്നു വരാനും കുറച്ച് സമയമെടുക്കും ബാലചന്ദ്ര. അത് ശരി. അപ്പോൾ അവളെ കാലി പിടിച്ച് ഞാൻ നിൽക്കണം അല്ലേ? അവൾ വലിയ രാജകുമാരി കൊമ്പത്തെ, അവളുടെ കാലും പിടിച്ച് അവൾക്ക് ഇനിയും വ്യഭിചാരത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഈ കൊണാപ്പം ഭർത്താവെല്ലാം ചെയ്തു കൊടുക്കണം അടിയനായിട്ട് അല്ലേ? ഇതാണ് നിങ്ങളുടെ ആവശ്യം. എന്നെ അതിന് കിട്ടില്ല. ദേവി, ഇത് ബാലചന്ദ്ര ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കില്ലേ? ഇത് ആശുപത്രിയല്ലേ? ആശുപത്രിയായാലും എന്തായാലും നിങ്ങളുടെ പെങ്ങളുടെ പേര് കേൾക്കുമ്പോഴോ എനിക്ക് കാലിൽ നിന്ന് അങ്ങോട്ട് വിറഞ്ഞ് തുള്ളി വരുക. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാ. പിന്നെ നിങ്ങളോടല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾക്കാകുമ്പോൾ കുറച്ചുകൂടെ വിവരവും ബോധമൊക്കെ ഉണ്ട്. കൂട്ടത്തിലുള്ളതിൽ ഗംഗേട്ടന് മാത്രമേ എത്തുള്ളൂ. മറ്റേ രണ്ട് കൊണാപ്പന്മാർക്കും ഒരു ഗുണമില്ല, പുണ്ണാക്കന്മാർ എന്ന് പറയാട്ടോ. ശിവനെയും രാജീവനെയും. അതൊക്കെ പോട്ടെ, ഞാൻ ഇനി നിൽക്കുന്നില്ല, ഞാൻ പോവാം. ടാക്സിയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, പുറത്ത് കിടപ്പുണ്ട്, ഞാൻ തന്നെ ടാക്സിയിലേക്ക് കയറ്റി വിടാം. അത് വേണ്ട, ഞാൻ പൊക്കോളാം. അങ്ങനെ പറയല്ലേ ഗംഗേട്ട, ഞാൻ അവിടം വരെ വരാം. വന്ന് ഗംഗേട്ടനെ കാറിൽ കയറ്റി വിടുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടാവും. അതുവരെ നടക്കുന്ന സമയങ്ങളും എനിക്ക് നിങ്ങളോട് വീണ്ടും കുറേ കാര്യങ്ങൾ പറയാമല്ലോ. അങ്ങനെയെങ്കിലും നിങ്ങൾ കുറേ കേൾക്കണം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഗംഗാധരൻ അന്ന് തന്നെ തിരിച്ച് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ബബിത കൊല്ലപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി അമ്മയെ കാണാനെന്നും പറഞ്ഞ് ആശുപത്രിയിൽ വരുവാ കേട്ടോ. വന്ന് വൈജയെ കാണുവാണ്. അപ്പോൾ വൈജയോട് നടന്ന സംഭവങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞല്ലോ. എന്നിട്ട് പറയാം, അമ്മേ, ഞങ്ങളിപ്പോഴും കൊല്ലപ്പള്ളിയിൽ തന്നെയാണ്. കടപ്പാട്ടേക്ക് ഞങ്ങൾ ഇതുവരെയും ചെന്നിട്ടില്ല. പക്ഷേ അങ്കിള് പറയണമെന്ന് വെച്ചാലും എല്ലാവരും പറയണം ഞങ്ങളോട് തിരിച്ച് കടപ്പാട്ടേക്ക് ചെല്ലാനാണ്. ഇവിടെ നിങ്ങൾക്ക് ആരുമില്ല, അവിടെ ചെല്ലണം, അവിടെ അല്ലേ അച്ഛനൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ അവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോവില്ല അമ്മേ. അപ്പോൾ തന്നെ വൈജ പറയാം, സാരമില്ല, നിങ്ങൾ പോകണ്ട, നിങ്ങൾ കൊല്ലപ്പള്ളിയിൽ തന്നെ നിന്നാൽ മതി. ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. പക്ഷേ അവിടെ ശിവേട്ടൻ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, വേറൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരുപാട് കാലം അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ. പിന്നെ ഇവിടെ നിന്ന് ആശുപത്രിയില്ലേ, വേറെ വല്ല പനിയോ അസുഖങ്ങളോ ഒന്നും വരുത്തണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. അലീനുള്ള വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോകണ്ട, അതുവരെ കൊല്ലപ്പള്ളിയിൽ നിന്നാൽ മതി എന്ന് പറയാട്ടോ. അങ്ങനെ ബബിത അവിടെ നിന്ന് നേരെ പോവാണ് വീട്ടിൽ. തിരിച്ച് കൊല്ലപ്പള്ളിക്കിലേക്ക് അല്ല കേട്ടോ പോണേ. ബബിതയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, മുടിയൻ, അവന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവൻ ബബിതയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അവന് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കുറേ സമയം ആ റൂമിനകത്തൊക്കെ അവരിയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് ബബിതയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. ബബിത പകുതി വരെ കൊണ്ടുവിടുന്നു, ബാക്കി ഓട്ടോയിലാണ് വന്നിറങ്ങുന്നത്. ആ സമയത്ത് ഹരിയും രോഹിത്തും കൂടെ കൊല്ലപ്പള്ളിയിൽ കാത്തു നിൽപ്പുണ്ട്. ആശുപത്രിയിലാണെന്ന് പറഞ്ഞല്ലേ ബബിത ഇവിടുന്ന് പോയത്. ആൻറ്റിയെ കണ്ടിട്ട് തിരിച്ചു വരാനുള്ള സമയമായല്ലോ എന്ന് ഹരി പറയുക. അപ്പോൾ രോഹിത്തും പറയണത് ശരിയാണല്ലോ, ഇതിനിടയ്ക്ക് ഇവളിത് എവിടെ പോയതാ? എവിടെ പോവാൻ? എനിക്കൊരു സംശയമുണ്ട്. അവൾക്കൊരു ബോയ് ഫ്രണ്ട്, ആ തലമുടിയൊക്കെ വളർത്തിയിട്ടിരുന്ന ഒരുത്തല്ലേ അമൽ, അവൻ ആളത്ര ശരിയല്ല. അവനുമായിട്ട് കുറച്ച് ചുറ്റിക്കളി ഉണ്ടെന്നാണ് തോന്നുന്നത്.
അപ്പോൾ രോഹിത് പറയാം, ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല, ആണടാ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, അവൻ ആളത്ര നല്ലവനൊന്നും അല്ല. അങ്ങനെയാണോ? എന്നാലും അതൊന്ന് അന്വേഷിക്കണമല്ലോ, വരട്ടെ, വരുമ്പോൾ നമുക്കൊന്ന് ചോദിക്കാം. അപ്പോഴേക്കും ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് ബബിത. ഹരി രോഹിത്തിനോട് പറയാം, എടാ കണ്ട പാവം വയ്ക്കണ്ട, നീ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ആ എടാ മഴയൊക്കെ പെയ്യുന്നു തോന്നുന്നല്ലേ, നല്ല മഴക്കാറുണ്ടല്ലോ എന്നിങ്ങനെ വിഷയം മാറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബബിത പതിയെ വരും കേട്ടോ. അങ്ങനെ ബബിതയോട് ചോദിക്കുന്നു, എടി നീ എങ്ങോട്ടാണ് പോയത്, എവിടെയാ ഇത്ര ലേറ്റ്? ഞാൻ ആശുപത്രിയിലല്ലേ പോയത്. എന്നിട്ട് നീ എത്ര ലേറ്റ് ആയല്ലോ, നീ വേറെ എവിടെയെങ്കിലും പോയിരുന്നു? ആ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക്. ഏത് ഫ്രണ്ട്? അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പേര് പറയുകയാണ്. അവിടേക്ക് തന്നെയാണോ പോയത്? അതെന്തിനാ നിങ്ങളിങ്ങനെ കിണ്ടി കിണ്ടി ചോദിക്കുന്നത്? എന്താ ചോദിച്ചുകൂടെ? ഓ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമൊന്നും എടുക്കണ്ട, എനിക്കറിയാൻ എങ്ങനെ നടക്കണം പോകണമെന്നൊക്കെ. ദേ രോഹിത്തേട്ടാ പറഞ്ഞു കേട്ടല്ലോ, ഏട്ടൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതെങ്ങനെ ശരിയാവും? പിന്നെ ഒരു ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, നിങ്ങൾ കൂടുതൽ ഇങ്ങനെ സംശയത്തോടെ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ വരണ്ട. പിന്നെ റേപ്പ് വീരന്മാർ എന്നിങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും തല താഴ്ത്തി പോവാട്ടോ. കാരണം അലീനയോട് കാണിച്ചതൊക്കെ ഇവർക്ക് അറിയാമല്ലോ. അങ്ങനെ ഭവിത അവർക്ക് രണ്ടുപേർക്കും ശരിക്കും കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് അകത്തേക്ക് കയറി ചെല്ലാട്ടോ. അപ്പോൾ ഹരി വിചാരിക്കുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവളുടെ ആ കാമുകൻ ആരാണെന്നും എന്താണെന്നും ഇവളെങ്ങനെയാണ് അവനോട് പെരുമാറുന്നത്, ഇവളെവിടെ, ഇതെല്ലാം അറിയണമല്ലോ. ഇത് ഒറ്റ വഴിയുള്ളൂ. കാരണം കൊല്ലപ്പള്ളിയിൽ ഇപ്പോൾ ഹരിയുടെ സഹോദരി രഞ്ജിതയും ഈ പറയുന്ന ബബിതയും കൂടെ ഒരു റൂമിലാണ് കിടക്കുന്നത്. അങ്ങനെ രഞ്ജിതേനെ ഫോണിൽ വിളിച്ച് പുറത്തേക്ക് വരുത്തുകയാണ് ഹരി. അപ്പം അനിയത്തി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടാ, ഞാൻ മുറിയിൽ തന്നെയുണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ ഫോണിൽ വിളിച്ച്? എടി എനിക്ക് ബബിതയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അവൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ വന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഫോണിൽ വിളിച്ചത്. എന്താ കാര്യം പറ. എടാ ഞാൻ ചോദിക്കുന്ന വേറൊന്നുമല്ല, അവൾക്ക് വേറെ ലൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കണക്ഷൻസ്, നീ ഒന്ന് അന്വേഷിക്കണം. അയ്യടാ ചോദിക്കുന്ന കേട്ടതൊന്നും ഇതൊന്നും ഇല്ലാത്ത ഒരുത്തനാണെന്ന്. ആർക്കും ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത്? പിന്നെ എന്തിനാ അവളെ കുറ്റം പറയണത്? എടി നിനക്കുണ്ടോ? ആ എനിക്കും ഉണ്ട്. ആഹാ കൊള്ളാലോ, ശരിയാക്കി കളയും നിന്നെ. എന്ത് ശരിയാക്കാൻ? ഒന്നും ശരിയാക്കാനില്ല. പിന്നെ ഹരിയേട്ടൻ കൂടുതൽ നല്ല പിള്ളയെന്നും പറയണ്ട, നല്ല കോഴി എന്നുള്ള പേരാണല്ലോ, കൊല്ലപ്പള്ളി കോഴി എന്നാണല്ലോ ഫോണിൽ ഒരു അടിച്ചിട്ടിരിക്കുന്നത് ഒരാൾ. അതെങ്ങനെയാണ് നീ കണ്ടത്? എൻ്റെ ഫോൺ നീ എടുത്തോ? ഇല്ലെന്നേ, വാട്സപ്പൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ കണ്ടായിരുന്നു ബാക്കിൽ വന്ന് നിന്ന്. ഓ ഇവിടെ കാര്യം. ആ അതൊക്കെ പോട്ടെ, നീ അവളുടെ അടുത്ത് സംസാരിച്ച് എങ്ങനെയും നയത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണം, എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ. ആ അതൊക്കെ ചെയ്തോളാം ശരിയെന്ന് പറഞ്ഞ് പോയിട്ട് അതിന് ബദലായിട്ട് രഞ്ജിത, അതെ എൻ്റെ ഫോണിൽ ചാർജില്ലടോ, ഒന്ന് ചാർജ് ചെയ്തേക്കണേ. ഇടി ഇത്ര പെട്ടെന്ന് ഫോണിൻ്റെ റീചാർജ് തീർന്നോ? ആ തീർന്നു, ചെയ്തേരെ. എന്തായാലും ഒരു കാര്യം അന്വേഷിച്ച് കൊടുക്കാനുള്ളതല്ലേ, അതിനൊരു പ്രതിഫലമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ രഞ്ജിത നേരെ അകത്ത് പോയിട്ട് പതിയെ നയത്തിൽ നമ്മുടെ ബബിതയോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവാം. ബബിതയാണെങ്കിൽ അവനുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് രസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ആ കുട്ടി തുറന്ന് എന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് കാര്യങ്ങളിൽ ലൈനുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ബബിത ചോദിക്കുന്നുണ്ട്, നിനക്കുണ്ടോ? ആ എനിക്കുണ്ട്. ആളെങ്ങനെയാണ് കക്ഷി? ആ കുഴപ്പമില്ലെന്നേ. നല്ല ആളാണോ? ആ വലിയ കുഴപ്പമില്ല, പക്ഷേ കല്യാണം വരെയൊക്കെ എത്തുമോ? ആ അതൊന്നും അറിയില്ല, കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ രഞ്ജിത പറയാം. നിനക്കോ? അപ്പം ബബിത പറയുന്നുണ്ട്, ആ എനിക്കൊരാളുണ്ട്. ആരാണ്? അതെ തലയിലൊക്കെ നിറച്ച് മുടിയൊക്കെ ഉള്ള നല്ലൊരു പയ്യനാ. ഏതൊക്കെയാണ് പഠിക്കുന്നത്? പഠിക്കണമൊന്നുമില്ല, അവൻ വേറൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പ് ഇട്ടേക്കുന്നത്, അവൻ്റെ അച്ഛനും അതൊക്കെ തന്നെയാണ്. ഓ അത് ശരി, അപ്പോൾ കാശുള്ളവരെ കിട്ടിയിട്ടേ കാര്യമുള്ളടി, ഇങ്ങനെയൊക്കെ ഉള്ളത് വിവാഹം വരെയൊക്കെ എത്തുമോ? ആ കല്യാണം കഴിക്കുമ്പോൾ എത്തുമോയെന്നറിയില്ല. അപ്പം നീ സീരിയസ് അല്ല അല്ലേ? അങ്ങനെ ചോദിച്ചാൽ എന്നാൽ പിന്നെ അവൻ വേറെ കിട്ടിയാൽ നിനക്ക് കുഴപ്പമില്ല. ആ എന്നാൽ അവനെ ഞാൻ കൊല്ലും. അപ്പോൾ സീരിയസ് ആണല്ലേ? അതെ. അങ്ങനെ ബബിതയുടെ കയ്യിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ രഞ്ജിത ചോർത്തിയെടുക്കാണ് കേട്ടോ. എന്നിട്ട് അതിനെ കൊണ്ടുപോയി നേരെ ഇനി എവിടെ പോകണം, എങ്ങനെ പോകണം, ഈ കാര്യങ്ങളെല്ലാം ഹരിയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഹരിയല്ലേ ആൾ. ഹരിയാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ബബിതയെ ഇനി എങ്ങനെയെങ്കിലും പിന്തുടരണം. കാരണം ബബിതയുടെ മേളിലൊരു കണ്ണുണ്ടല്ലോ, ഹരിക്ക് മഹാ കോഴിയാണല്ലോ. അങ്ങനെ പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ അമലി വിളിക്കുന്നിടത്തേക്ക് നമ്മൾ ബബിത പോവാണ്. പോകുന്ന സമയത്ത് തൊട്ട് പിറകെ ഹരിയുണ്ട്. ഹരി ഫോളോ ചെയ്യുന്ന കാര്യം ബബിത അറിയുന്നേ ഇല്ല. അവിടെ ചെല്ലുന്നു, അവൻ്റെ കൂടെ റൂമിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കണം കേട്ടോ നമ്മൾ ഹരി. ഇത് ഹരി കണ്ടു എന്നുള്ള കാര്യം ബബിതയും അറിയാണ്. അങ്ങനെ ബബിത പോയി പറയേണ്ട, ദേവി ഇത് ഹരിയേട്ട ഇതൊന്നും ആരോടും പറഞ്ഞു കൊടുക്കരുതെന്ന്. അങ്ങനെ ഹരി തൻ്റെ ആ ഒരു ഇതിൽ വല്ലാത്തൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് മാറുക കേട്ടോ ഹരി ബബിതയ്ക്ക്. ആ വീഡിയോ ഒക്കെ കയ്യിലുള്ള കാരണം ബബിതയ്ക്ക് ഒരു രക്ഷയില്ല. ഇനി ഏത് നിമിഷം വേണമെങ്കിലും അച്ഛനോടോ വലിയ ആരോടെങ്കിലും ഏട്ടനോടായാലും പറഞ്ഞു കൊടുത്താൽ തീർന്നില്ലേ. അതും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നല്ലോ ബബിതയും ആ ഒരു അമലും തമ്മിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബബിത ഹരിയുടെ കാല് പിടിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, ദേവി ഇതാരോടും പറയരുതെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അലീന
കാരണം സുലോചനയും ആണല്ലോ ആശുപത്രിയിൽ നിന്നത് നമ്മുടെ വൈജയുടെ കൂടെ. സുലോചനയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ട് തന്നെ പകരം നിൽക്കാൻ ആരുമില്ല. കമലയോ ആരും വരുന്നില്ല. അവസാനം അലീന തന്നെ വരുന്നുണ്ട്. അപ്പോൾ അലീനയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അലീന തിരിച്ചു പോയത്. ഇപ്പോൾ ആരും ഇല്ലാത്ത കാരണം അലീന ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ വൈദ്യയ്ക്ക് വീണ്ടും അസുഖം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമ്മതിക്കില്ല, എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു ആളിനെ, നിന്നെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ അമ്മയെപ്പോലെ നോക്കിക്കോളാം, നല്ലപോലെ നോക്കിക്കോളാം, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. അമ്മയോ? ആരുടെ അമ്മ? എൻ്റെ അമ്മയല്ലേ നിങ്ങളെന്ന് പറയാം കേട്ടോ നമ്മുടെ അലീന. ആ വാക്ക് നീ മിണ്ടിപ്പോവരുത്. എനിക്ക് നിൻ്റെ മുഖം കാണുന്നതേ കണ്ടെടുത്ത കണ്ടുകൂടാ. പിന്നെയാണ് നീ ദേവി ഇതിനകത്ത് വരരുതേ, എനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് വൈജി ആകെ പ്രശ്നം ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെയായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.